വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. MLA KT ജലീലിനെതിരെ ആഞ്ഞടിച്ച PV അൻവർ. മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണയ്ക്കാൻ ഒരു ഇടതുപക്ഷ നേതാവും വന്നിട്ടില്ല. പക്ഷേ KT ജലീൽ വന്നു. വെള്ളാപ്പള്ളി നടേശിന് പറഞ്ഞത് വർഗീയതയല്ല എന്ന് ഖുർആൻ പിടിച്ചു പറയാൻ ജലീലിന് ധൈര്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കാത്ത ആളാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതിന്റെ തെളിവ് ഇപ്പൊ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്ര പ്രസ്താവന എന്താ പറഞ്ഞത്? പിണറായിയെ മൂന്നാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത്? ഇദ്ദേഹമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല. ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാന്യനായ ശ്രീ KT ജലീലാണ്. ഇന്നലെ ന്യൂസ് 18 കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന, ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയാണ്, അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, എന്നോട് പറഞ്ഞല്ലോ ആര്, വെള്ളാപ്പള്ളി. കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്ത്? ജലീലെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ്. ആരാ പറയുന്നത്? ശ്രീ KT ജലീൽ. ആരെയാണ് അദ്ദേഹം പൊട്ടന്മാരാക്കുന്നത്? ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ 4-5 പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല. മുസ്ലിം സമുദായം, AP ഉസ്താദ് ലീഗ് നേതാവാ, ജലീലിന് മറുപടി പറയണം. വ്യക്തിപരമായി പറഞ്ഞില്ലേ, പിന്നെ ആരെ പറയാൻ ബാക്കി? എങ്ങനെയാ പറഞ്ഞത്? മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ കാല് നക്കും. എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത്. ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ഈ മഹാൻ ഇവിടെ എന്താ പറയാ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ. എന്ത് ചുക്കാണ് ഈ നാടിൽ ചെയ്യാൻ സാധിച്ചത്? എന്ത് ചെയ്തു? ഞങ്ങളിപ്പോ മലബാറിന്റെ അവികസിതാവസ്ഥയെക്കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു. ജനസംഖ്യ അടിസ്ഥാനത്തിൽ നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു. എന്താ ജലീലിന്റെ അഭിപ്രായം? എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായവും പറയാത്തത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എന്നിട്ട് ഖുർആനിട്ട് നടക്കുക. ഇതിലും വലിയൊരു വഷളത്തരം ഉണ്ടോ? ഇതിലും വലിയൊരു വഷളത്തരം. ഇത് ഭരണഘടനാ വിരുദ്ധാണ്, സത്യപ്രതിജ്ഞാ ലംഘനാണ്, മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പര് ഖുർആനായിട്ട് നടക്കുന്നത്. ആരത് വിശ്വസിക്കുക? അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം, മൂപ്പര് പറഞ്ഞ ആരും വിശ്വസിക്കൂല. അപ്പൊ ഈ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ്, ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ. അപ്പൊ ആര് കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന, അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ ഖുർആൻ. ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഒരു ബാഗിൽ ഇന്നലെ ഇപ്പൊ ഞാൻ കണ്ടു, അതിൽ മൂപ്പര് ഒരു സഞ്ചിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 സഞ്ചിയായിട്ട് നടക്കുന്നത്. ഒരു സഞ്ചിയിൽ ഖുർആൻ, മറ്റേതില് യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറെ തുണി, മനസ്സിലായോ? പിന്നെ കഴുകാത്ത തുണി. ഇന്നടുത്തായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു മനുഷ്യനെ പ്രാന്തായ എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു പ്രൊഫസറല്ലേ, ഡോക്ടർ KT ജലീൽ.
എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത്? എന്നിട്ട് എന്താ പറയുക, ഇതിന് മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്താ തുണിന്റെ കമ്പനീന്റെ പേര്? രാംരാജ്. മൂപ്പര് രാംരാജുകാർ കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ, രാംരാജ്, അതിന് 700 റുപ്യ എന്തോ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള്? എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ട്? ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തൂലേ? 100 റുപ്യന്റെ ബിരിയാണി നമ്മൾ 200ഉം 300ഉം 500ഉം കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ്? അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും, അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും. അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് 100 രൂപയുടെ ബിരിയാണി 200 റുപ്യക്കും 300 റുപ്യക്കും 500 രൂപക്കും നമ്മൾ വാങ്ങുന്നുണ്ട്. അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡിവൈഎഫ്ഐക്കാർ പോവോ? ഇടതുപക്ഷക്കാർ പോവോ? അപ്പൊ ആരാ പോവുക? ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതല്ലേ ചാലഞ്ച്. അവർക്കറിയില്ലേ ഈ തുണിക്ക് 200 റുപ്യ 300 റുപ്യ എന്തോ ആവട്ടെ എന്ന്. എന്നിട്ട് ഇതും കൊണ്ട് നടക്കുക. ഇതാണ് രാഷ്ട്രീയം. ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഫറൂഖ് പാലത പൊളിഞ്ഞാടാൻ നിൽക്കുക. എന്താ ജലീലിന്റെ അഭിപ്രായം? 90 ലക്ഷം ആദ്യം, അത് കഴിഞ്ഞ് 1,55,00,000 റുപ്യ പെയിന്റ് അടിക്കാൻ. തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങള്. ഇപ്പൊ നമ്മളെ മന്ത്രിയുടെ പണി എന്താ? PWD മന്ത്രി. PWD വിട്ടിട്ട് പുള്ളി ഇപ്പൊ അറ്റകുറ്റപ്പണി മന്ത്രിയാണ്. അറ്റകുറ്റപ്പണി മെയിൻ്റനൻസ് മന്ത്രി. കണ്ടത് നല്ല പൈസയാണ്. ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാവും, അതിനൊരു രൂപ ഉണ്ടാവും, ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും. അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കഴിയൂല. അപ്പൊ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടോ? പൊളിച്ചു വിട്ട സകല പാലങ്ങളും അതിന്റെ മൂട്ടിലാ മുപ്പര്. അവിടെ ലൈറ്റിടെ പൈസ എടുക്കുക, അവിടെ ലൈറ്റിടെ പൈസ എടുക്കുക. അപ്പൊ ആ പാലം ആരാ കണ്ട്? ഒരു യൂട്യൂബർ കണ്ടതുകൊണ്ട് ആളുകൾ മരിച്ചു വീഴൂല. യൂട്യൂബറെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടലിടാൻ പോയിട്ട് അങ്ങോട്ട് മേലോട്ട് നോക്കുമ്പോൾ പാലത്തിന്റെ മേലെ കൂടെ ആകാശം കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇതിലൊന്നും ജലീലിന് ഒരു അഭിപ്രായമില്ല. ജലീൽ ആ ഖുർആൻ പിടിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തിയ പ്രസ്താവന വർഗീയതയല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? ജലീലപ്പോ പറയട്ടോ, കാരണം പഠിച്ചത് ഞാനത് പറഞ്ഞു പോവാ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാകുമെന്ന് PV അൻവർ. പരമാവധി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ ജനാധിപത്യ മതേതര വിശ്വാസികളെ സാമുദായിക സാംസ്കാരിക രംഗത്തുള്ള സംഘടനകളുമായി യോജിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഇടങ്ങേറിന് ജനങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. പക്ഷെ അവരൊന്ന് കൂട്ടി യോജിപ്പിച്ച് അവരുടെ ആ മൈൻഡ് സെറ്റ് ഈ ഗവൺമെന്റിനെതിരെ വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനം, ആ പ്രവർത്തനവും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഉണ്ടാവും അല്ലേ? ഓക്കെ, നിർത്തല്ലേ? ഓ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പരമാവധി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാനുള്ള പ്രാദേശികമായ സ്ട്രാറ്റജികൾ, അതായത് പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് ജനാധിപത്യ മതേതര വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന സാമുദായിക സാമൂഹിക സാംസ്കാരിക പൊളിറ്റിക്കൽ സംഘടനകളുമായിട്ടും യോജിച്ചിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. 4 ദിവസം മുമ്പ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് സർക്കുലറായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നിയോജകമണ്ഡല കമ്മിറ്റികൾക്കും കൊടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഞങ്ങളെ കൊളാക്കല്ലേ. എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. അതിപ്പോ 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ ആദ്യം അത് എന്റെ അഭിപ്രായം കോഴിക്കോട് നിന്ന് മിനിയാന്ന് പറഞ്ഞ അത് തെളിവുകൾ വരട്ടെ, 2 കൂട്ടരും കൊണ്ടുവരട്ടെ. ജലീൽ പറയുന്നു UDFന്റെ കാലത്താണ്, ഫിറോസ് അതിൻ്റെതായിട്ടുള്ള LDF വന്നതിന് ശേഷം ഉണ്ടായതാണ് ഈ ഫൈനലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ആളുകൾ കൺഫ്യൂഷനിലാണ്. അത് ഇവർ 2 കൂട്ടരും കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ ലീഗൽ ഡോക്യുമെന്റ് പബ്ലിക്കിനെ അവർ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ നോക്കാം. ഒരിക്കലും ഒരു തെറ്റില്ല. എന്താ ഫിറോസിന് അവിടെ വിസ ഉണ്ടെങ്കിലും ആർക്കും അവിടെ വിസ ഇല്ലാത്ത എനിക്കുണ്ടായിരുന്നല്ലോ വിസ. ഞാൻ MLA കഴിഞ്ഞതിന് ശേഷമാണ് വിസ ഒഴിവാക്കുന്നത്. ദുബായിലൊരു വിസ ഉണ്ടാകുക എന്ന് പറയുന്നതും കച്ചവടം ചെയ്യുക എന്ന് പറയുന്നതും ഒരു തെറ്റുമല്ല.
അതിനിങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ചിട്ട് എന്താ പറയാ PK ഫിറോസിന്റെ മൂട്ടിൽ നടക്കണമെന്ന അഭിപ്രായം എനിക്കില്ല. വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.